കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. താങ്കളോട് ഉന്നയിക്കപ്പെട്ട ചോദ്യവും സമാന രീതിയിലുള്ളതായിരുന്നു. നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ ദീൻദയാൽ ഉപാധ്യായ വഹിച്ച പങ്ക് എന്താണ് എന്നാണ് കേരളത്തിലെ കുട്ടികൾ പഠിക്കേണ്ടത്. അത് ഉത്തരം പറ. അത് നിങ്ങൾക്ക് എന്താണ് ദീൻദയാലിന്റെ ആശയങ്ങളിൽ നിങ്ങൾക്കുള്ള എതിർപ്പ് എന്താണ്? എതിർപ്പിനെ കുറിച്ച് ഞാൻ ചോദിച്ചില്ല. മുൻവിധികളോട് താങ്കൾക്ക് എങ്ങനെ സംസാരിക്കാം, പക്ഷേ രാഷ്ട്ര നിർമ്മാണത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് എന്താണെന്നാണ് കേരളത്തിലെ കുട്ടികൾ പഠിക്കേണ്ടത്. കേരളത്തിലെ കുട്ടികൾ ഇത് ആഘോഷിക്കണം എന്ന് ആര് തീരുമാനമെടുത്തെങ്കിലും അവരുടെ മുന്നിലേക്ക് ഇന്ത്യയുടെ നിർമ്മിതിയിൽ അദ്ദേഹത്തിനുള്ള പങ്ക് എന്താണെന്നാണ് കേരളത്തിലെ കുട്ടികൾ പഠിക്കേണ്ടത്. താങ്കളോട് പറയാൻ പോകുന്നത് അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ. കേരളത്തിൽ ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് എനിക്കൊരു ചോദ്യം. കേരളത്തിന്റെ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് അല്ലെങ്കിൽ കേരളത്തിന്റെ സാമൂഹ്യ ഇതിന് വേണ്ടിയിട്ട് കാറൽ മാർക്സ് ചെയ്ത നേട്ടം എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്, ഈ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? മാർക്സിയം ഫിലോസഫി ഇവിടെ പഠിക്കുന്നില്ലേ? ഞാനത് പറഞ്ഞോട്ടെ. മാർക്സിയം ഫിലോസഫി പഠിക്കുന്നില്ലേ? ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠന കേന്ദ്രം 5 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഇത് സംഘപരിവാറിന്റെ ഇന്ത്യയിലെ ഏതോ ഒരു സംഘപരിവാറിന്റെ സ്ഥാപകനെ പറ്റി പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? മറ്റുള്ള ആരെയും ആക്ഷേപിക്കാതെ താങ്കൾക്ക് നേരിട്ട് താങ്കളുടെ നേതാവിന്റെ രാഷ്ട്ര നിർമ്മാണത്തിലുള്ള പങ്കാളിത്തം എന്താണെന്ന് വിശദീകരിക്കാനുള്ള അവസരമാണ് താങ്കൾ മുസ്ലിം ലീഗിനെയും കാറൽ മാർക്സിനെയും ഒക്കെ കുറ്റം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. പിന്നെ ചർച്ചയ്ക്ക് അവസരം കിട്ടുമ്പോൾ എന്തുകൊണ്ട് താങ്കളുടെ നേതാവിനെ പ്രതിരോധിക്കുന്നില്ല, എന്തുകൊണ്ട് താങ്കളുടെ പാർട്ടിയുടെ രാഷ്ട്രീയ തീരുമാനത്തെ പ്രതിരോധിക്കുന്നില്ല എന്നുള്ളതിന്റെ ഉത്തരവാദിത്തം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കരുത് ദയവായി. ഈ മാതിരി ആളുകൾ നമുക്ക് പറ്റൂല. അങ്ങനെ അല്ലല്ലോ, നിങ്ങൾ ഏകപക്ഷീയമാവരുത്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെതായ ഭാരതത്തിൻ്റെതായ ഒരു തത്വസംഹിത മുന്നോട്ട് വെച്ച ക്രോഡീകരിച്ച ഒരാളാണ് ദീൻദയാൽ. നിങ്ങൾക്കറിയാമല്ലോ, ഒരു രാജ്യം സ്വതന്ത്രമാകുന്നത് എങ്ങനെയാ? ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചു. ഇതിനേക്കാൾ നന്നായിട്ട് വളരെ നന്നായിട്ട് സോവിയറ്റ് യൂണിയനോ അല്ലെങ്കിൽ ചൈനയോ ഇവിടെ ഒന്ന് ഭരിച്ചാൽ എല്ലാവർക്കും എല്ലാ സുഖസംക്ഷമായ ഒരു ജീവിതം നൽകിയാൽ അത് സ്വതന്ത്രമായി മാറുമോ? എനിക്കറിയില്ല. ഇല്ലല്ലോ. നമ്മുടെ സംസ്കൃതിയിൽ അധിഷ്ഠിതമായി എല്ലാ തലത്തിലും നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു രീതി, ഒരു പഠനക്രമം, ഒരു പുരോഗതി ഉണ്ടാകണം. അവിടെയാണ് ഒരു രാജ്യം സ്വതന്ത്രമാകുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിസത്തിനും അതുപോലെ മുതലാളിത്തത്തിനും ബദലായി ഭാരതീയ തത്വ സംഹിതയെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്കറിയാവുന്ന ചരിത്രം, ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ചരിത്രം, നമ്മുടെ രാജ്യം അംഗീകരിച്ചിട്ടുള്ള ചരിത്രം, താങ്കൾ ഇപ്പോൾ പറയുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കീഴടക്കി ഭരിച്ചു, അവരുടെ കീഴിൽ വിധേയത്വത്തിൽ ഈ രാജ്യത്തെ കൊണ്ടുവന്നു, സ്വാതന്ത്ര്യ സമരം ചെയ്ത് അവരെ ഈ രാജ്യത്ത് നിന്ന് തുരത്തി ഓടിച്ചതാരാണ്? ഇന്ത്യയിലെ ജനങ്ങള്. അല്ല, എന്ത് സംശയം? ചോദിക്കട്ടെ, പറഞ്ഞോട്ടെ, അതിനെ ഒറ്റിയതാരാ? ഈ താങ്കൾ ഈ പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച എന്ത് പങ്കാണുള്ളത്? ഒന്ന് ചോദിക്കട്ടെ. ഇന്ത്യയിലെ ഞാൻ പറയാം. 1962 വിദേശ യുദ്ധം കഴിഞ്ഞ സമയത്ത് 63 റിപ്പബ്ലിക് ഡേ പരേഡില് ജാനുവരി 26 റിപ്പബ്ലിക് ഡേയിൽ പങ്കെടുത്ത ഏക ഒരു പ്രസ്ഥാനം രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്. നെഹ്റുവാണ് പങ്കെടുപ്പിച്ചത്. എന്തുകൊണ്ട് ദേശവിരുദ്ധ പ്രസ്ഥാനമാണെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ബ്രിട്ടീഷ് സർക്കാരിനോട് മാപ്പപേക്ഷിച്ച നേതാവ് ഏത് സംഘടനയിലാണ്? ത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മിസാ തടവുകാരുണ്ടായിരുന്നത് രാഷ്ട്രീയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷ് സർക്കാരിനോട് മാപ്പപേക്ഷിച്ച നേതാവ് ഏത് സംഘടനയിലാണ്? ഏതിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിൽ, എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? പറയൂ, ഏത് സംഘടനയിലാണ്? ആവശ്യമല്ല. നിങ്ങൾ ആൻഡമാൻ ജയിലിൽ നിന്ന് സവർക്കർ മോചിതനായത് ഏത് മാപ്പപേക്ഷയുടെ പേരിലാണ്? പത്മകുമാർ പറയണം. അദ്ദേഹത്തിന്റെ ജീവിത ദൗത്യം ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തതുപോലെ ജയിലിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഒറ്റുകൊടുത്ത പൈസ വാങ്ങിക്കൊണ്ടുവന്ന് പാർട്ടി പത്രം തുടങ്ങി ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുക, ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുക്കുക.
അദ്ദേഹം ഓരോ സമയവും ഇതേ രീതിയിൽ അവിടെ മാപ്പ് എഴുതി കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കുകയും ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയാണ് ചെയ്തിട്ടുള്ളത്. അടങ്ങിയിരിക്കുകയല്ല ചെയ്തത്. കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തിട്ടുള്ളത് ഒറ്റ കൊടുക്കുകയാണ് ചെയ്തത്. ഒറ്റിന്റെ രാഷ്ട്രീയമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ ഒന്നും ദേശസ്നേഹവും നിങ്ങൾ പഠിപ്പിക്കേണ്ട. ദയവായി ക്ഷമിക്കണം ഞാൻ ചിരിച്ചത്.